പോയി ഡെയിലി അവിടെ പോയി കുറേ നാടകക്കാരെ കാണും. പക്ഷേ ചെന്നൈ തമിഴ് പീപ്പിൾ അവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തോ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ റിലീജിയനാണ്. അപ്പം ഭയങ്കര പ്രൊഫഷണലാണ്. ഒരു പോലീസ് ക്യാരക്ടറിന്റെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അവർ നേരെ എന്താ പറയുക യൂണിഫോം പോയി വാടകയ്ക്ക് എടുക്കും. ഇപ്പം മറ്റേ അഡ്വക്കേറ്റ് ആണ് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അതിന്റെ സാധനങ്ങളൊക്കെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് എനിക്ക് ഇതിന്റെ ഈ ഒരു ഗണപതിനെ എല്ലാവർക്കും അറിയാം. ഗണപതിനെ അങ്ങനെ നോക്കുമ്പോ ഒരു ഭാഗ്യേ ഇതൊക്കെ എന്ത് മഞ്ഞുമല് കഴിഞ്ഞാലും ഞാൻ എന്നെ ആൾക്കാർ ഈ മഞ്ഞുമല് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രഞ്ച് താടിയൊക്കെ വീണ്ടും വരും. അപ്പം എന്താ പറയണ്ട ഈ മഞ്ഞുമൽ ബോയ്സ് കുറെ ഉള്ളതുകൊണ്ട് ആർക്കാ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ കുറെ പേരെ ഇങ്ങനെ മനസ്സിലാവില്ല. ആ മഞ്ഞുമൽ ഞാൻ റെഡ് ടീഷർട്ട് റെഡ്. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകള് എവരെ കാരി എന്തരി എങ്ങനെ? It's a beautiful feeling, no, to sit, and I'm so happy that you both are here. Home appliance of the two families. You are the link. Link? No. You are the link of the link. The two family attached to the bathroom. Your family's food and accommodation. What do you mean? റഹ്മാൻ എന്ന് പറയുന്ന തലമാല ഒക്കെ ചെയ്തിട്ട് ഈസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന, ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഖാലിദ് റഹ്മാൻ? ഞാൻ ആക്ച്വലി മറ്റേ അനുരാഗിരിക്കുമ്പോഴും കഴിഞ്ഞത് ഉടനെ തന്നെ എല്ലാ സിനിമയിലും ഞാൻ പുള്ളിയോട് ചാൻസ് ചോദിച്ച് തുടങ്ങിയതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉണ്ട വന്നപ്പോൾ അപ്പൊ നീ പ്രായമായിട്ടില്ല, പോലീസൊന്നും അവനായിട്ടില്ല, വിട്ടുപിടിക്കുന്ന പറയും. പിന്നെ ഞാൻ എല്ലാ പടവും അത് കഴിഞ്ഞ് തല്ലുമാല. എന്താടാ പണിയായിട്ടിറങ്ങിയാടാ? ആണേലേ വിട്ടോ, അല്ലേ തലയില് ആണി കയറും. എന്നാ നീ കേട്ടടാ. ഇല്ലടാ ഫുള്ളായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പഠിത്തം ഞാൻ പുള്ളി അങ്ങോട്ട് കാസ്റ്റ് ചെയ്തു. അങ്ങനെ അത് ഭയങ്കര രസം. അങ്ങനെ ആ മഞ്ഞുമലിലൂടെയാണ് പുള്ളിയായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ കൂടുതലും ഉണ്ടായത്. അപ്പം എനിക്ക് പുള്ളി ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ആസ് എ ലൈക്ക് ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിത്തൗട്ട് ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. നല്ലത് പറയണ അയാളെ വാക്ക് വായിന്ന് എന്തെങ്കിലും വീഴണമെങ്കിൽ നല്ല പണിയുണ്ട്. അതിപ്പോ ബിരിയാണി കഴിക്കാൻ പോയപ്പോഴും നല്ല ബിരിയാണി. അതെ എനിക്ക് ഇളക്കാണ്ട് ആ ബക്കറ്റിട്ട് ഇളക്കണോ കുഴി മന്തി തലയാ ഉള്ളത് ആവറേജ് പറയുള്ളൂ. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് നല്ല പണിയുണ്ട്, വേണമെങ്കിൽ എത്താൻ മതി. പണിയെടുക്കണം ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. എന്താ ഇത്? അങ്ങനെ പണി എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പണി നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഐ തിങ്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്നത് ഒരു ത്രില്ലാണ്. ഇപ്പൊ നമുക്ക് ബെസ്റ്റ് വന്നാലേ അദ്ദേഹം ഓക്കെ എന്ന് പറയത്തുള്ളൂ എന്നുള്ളൊരു അഷ്വറൻസ് നമുക്കൊരു സേഫ്റ്റി നെറ്റാണ്. പക്ഷെ പലപ്പോഴും ഒരു മീഡിയോക്കർ പെർഫോമൻസ് ആണെങ്കിൽ ഇഫ് ദ ഡയറക്ടർ ഇസ് നോട്ട് able to tell us that, and Officer is supposed to be the watchdog of justice and a servant of the society, but instead you behaved like a barking mad dog to wreak vengeance against your family enemy, a law-abiding citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul,